നമസ്കാരം. ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചിട്ടുണ്ട്, രണ്ട് വാക്കേ സംസാരിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് സിനിമയുടെ കഥയുണ്ട്. ഞാൻ ഈ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ്സ് ഹോട്ടലിന്റെ അഡ്രസ്സിലാണ് ആനയിൽ എന്റെ മേൽവിലാസം കൊടുത്തത്. ഈ ആരാധകരുടെ കത്തുകളുള്ള ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണ് അന്നൊക്കെ. അതൊക്കെ ആൾക്കാർക്ക് പരിചയമായി വരുന്നത്. ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ചാക്ക് കത്തുകൾ ഉണ്ടാവുന്നത്. ശ്രീനിവാസൻ്റെ മൊഴി എന്റെ മദ്രാസിലെ നിത്യ സന്ദർശകനാണ്. ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കാറ്. അപ്പൊ ശ്രീനിവാസന്റെ കഥകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്ന. ആ മമ്മൂട്ടി ചേട്ടന്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്താനം വന്ന പുയ്യോയില് ഈസിയുടെ കഥാപാത്രത്തിന്റെ അങ്ങനെയാണ് ആ കഥ വരുന്നത്. അതാണ് മമ്മൂട്ടി ചേട്ടന്റെ കഥ. ഇത് വേറെ ഈ സിനിമയിലെ കഥ. പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം. ഇതിനപ്പുറത്തേക്ക് ഞാൻ ഈ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സ്പോയിലറായിരുന്നു. ഈ സിനിമയിൽ സഹകരിക്കാൻ എനിക്ക് കാരണം ഇതിന്റെ കഥാതന്ത്രം തന്നെയാണ്. പക്ഷേ ഇതൊരു വലിയ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരോടും എന്റെ ഭാഗത്തുനിന്നുള്ള ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. അതറിയിച്ചുകൊള്ളുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. സിനിമ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ.